സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് മൂസ് കേക്ക് പുഡിംഗ് ആട്ടോ. വളരെ ടേസ്റ്റിയാണ്, നല്ല സ്മൂത്താണ്, ഇത് കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് മൂസ് കേക്ക് പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഒരു കവർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഏത് പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ പശുവിൻ പാൽ എടുത്തു എന്നേ ഉള്ളൂ. ഞാൻ 1/2 ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് കൊക്കോ പൗഡറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. അതുപോലെ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ്. അപ്പോൾ കോൺഫ്ലോറും ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം ചേർക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കുക. ഇത് രണ്ടും ഇല്ലെങ്കിൽ കേക്കിനുള്ള ക്രീം ആയാലും മതിയാവും. ഞാനിവിടെ ഒരു 3/1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതായത് 6 ടേബിൾ സ്പൂണാണ് 3/1 കപ്പ് വിപ്പിംഗ് ക്രീം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ കട്ടയൊന്നും ഇല്ലാതെ മാക്സിമം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ നോക്കുക. കോൺഫ്ലോറും നമ്മുടെ കൊക്കോ പൗഡറും ഒക്കെ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇടയ്ക്ക് കട്ട പോലെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം ഒരു പാനിലേക്ക് ഒരു അരിപ്പയിലൂടെ ഇത് ഒന്ന് അരിച്ച് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അരിച്ച് തന്നെ ഒഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കട്ട പോലെ കിടന്നാൽ ശരിയാവത്തില്ല. എന്നാലേ നല്ല ഒന്നുകൂടി ഒന്ന് സ്മൂത്തായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ കട്ട പോലെ കിടക്കുന്നുണ്ടോ അതൊക്കെ ഒന്ന് അലിയിച്ച് ഇതുപോലെ ഒന്ന് അലിയിച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനുള്ളിലേക്ക് ആ കൊക്കോ പൗഡറൊക്കെ അങ്ങ് വീണ് കിട്ടും. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതിലേക്കൊന്ന് അരിച്ച് ഒഴിക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അരിച്ചൊഴിക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് മുമ്പായി ഞാൻ ഇതിലേക്ക് ഒരു 10 ഗ്രാം ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട്. മിൽക്ക് ചോക്ലേറ്റ് ആണ് കൂടുതൽ നല്ലത്, നല്ല രുചി കിട്ടും. മിൽക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ എടുക്കുക. ഇനി എല്ലാം കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. അപ്പോൾ തുടർച്ചയായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം കോൺഫ്ലോറൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാതിരുന്നാൽ ഇത് അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഇത് തിളയ്ക്കുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ മാറ്റാൻ മറക്കരുത്, അല്ലെങ്കിൽ എല്ലാം കൂടെ അടുക്കി പിടിച്ച് പോവും. ഇതിപ്പോൾ നല്ല കട്ടിയായുണ്ടോ, നല്ല തിക്കായിട്ടുണ്ട്, നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്ന് ഇതൊന്ന് തിക്കായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയും മതി. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് കൂളാവണം. അപ്പോൾ ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാനിൻ്റെ താഴെ ഈ ഒരു പാൻ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ ഇളക്കി കൊടുക്കാതിരിക്കരുത്. അങ്ങനെ ഇളക്കി കൊടുക്കാതിരുന്ന എന്താ വരിക എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കട്ട പോലെ കിടക്കും. അതുകൊണ്ട് ചൂടാറുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഫാനിൻ്റെ താഴെ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഒരു ടിന്നിലേക്ക് ഒഴിക്കണം. ഞാനിവിടെ കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പറും ഇട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് പൊക്കത്തിൽ തന്നെ ബട്ടർ പേപ്പർ ഇട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് എടുക്കണം. ഓവർനൈറ്റാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾ നോക്ക്, സെറ്റ് ആയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നല്ല സെറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്തായാലും ഞാനിത് ഫ്രീസറിലോട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാനിത് ഓവർനൈറ്റ് വെച്ചു. എന്നിട്ട് രാവിലെ നോക്കിയപ്പോൾ കുറച്ചുകൂടെ സെറ്റ് ആവണമായിരുന്നു. ഞാൻ ഇതിപ്പോൾ ഉച്ചയ്ക്കാണ് ഇതിപ്പോൾ പുറത്തെടുത്ത്, എന്താ പറ്റിയെന്നറിയില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബട്ടർ പേപ്പർ മെല്ലെ ഒന്ന് പൊക്കി കൊടുക്കുക. പൊക്കി ഇതൊന്ന് വിട്ട് കിട്ടണം. ഈ ഒരു ടിന്നിൽ നിന്നും ഇത് ഇളകി വരുന്ന സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് വെച്ച് ഒന്ന് തട്ടിക്കൊടുക്കാം. അതായത് ഇതിപ്പോൾ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. മെല്ലെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൂസ് കേക്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് ഡെക്കറേഷൻ ചെയ്ത് എടുത്താൽ മതി. ബട്ടർ പേപ്പർ മെല്ലെ അങ്ങ് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത കുറച്ച് ചോക്ലേറ്റ് കൂടി ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കാം.
പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പും ഉണ്ട്, നമുക്കൊരു പേജും ഉണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പേജിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന് തന്നെയാണ് നെയിം, ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. പേജ് ലൈക്ക് ചെയ്തിട്ട് ഫോളോയിങ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സി ഫസ്റ്റ് എന്നാക്കുക. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ നിങ്ങൾ ചെയ്ത റെസിപ്പീസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ 5000 പേരായിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക, ഒരുപാട് പേരുണ്ടല്ലോ ഇനി. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾ ഒന്നെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക, ഫേസ്ബുക്ക് എടുത്തിട്ട് സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ജോയിൻ ചെയ്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് വൈറ്റ് സ്പ്രിങ്കിൾസ് ആണ് ഇടുന്നത്. ഇതിന് കുറച്ച് റേറ്റ് ആട്ടോ. അപ്പോൾ ഞാൻ കേക്കിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ വൈറ്റ് സ്പ്രിങ്കിൾസ്. അപ്പോൾ നമ്മുടെ കേക്ക് പുഡിങ്, നമ്മുടെ മൂസ് കേക്ക് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നല്ല സ്മൂത്തായിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് പുഡിങ്ങാണ്. അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഫാമിലിയിൽ ഒരു അംഗമാവുക. അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു 2 സെക്കൻഡിനുള്ളിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.